ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. നമുക്കറിയാം TB എന്ന് പറയുന്ന ഒരു ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് കോസ്ഡ് ബൈ ട്യൂബർക്കുലോസിസ്. നമ്മുടെ ഈ TB ഏറ്റവും ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു മേജർ ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് TB. അത് കൂടാതെ നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ TB ബേർഡൻ ഉള്ളത് ഇന്ത്യയിലാണ്. അതുകൂടാതെ നമ്മുടെ TB എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രിവെന്റബിൾ ആൻഡ് ക്യൂറബിൾ ഡിസീസ് ആണ്. പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് BCG വാക്സിൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് ഫൈൻഡിങ്ങിലൂടെ കോണ്ടാക്ട് ട്രേസിങ്ങിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാഷണൽ ലെവലില് നമ്മുടെ കൺട്രി NTP നാഷണൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 1962 NTP ലോഞ്ച് ചെയ്യുന്നത്. 1962. ഓക്കെ. സോ NTP എന്താണ്? NTP നോക്കാം. 1962 നമ്മുടെ നാഷണൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇത് വന്നപ്പോ നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് സ്ഥലത്ത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പോ ഇതിന്റെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും, ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. ട്രീറ്റ്മെന്റ് സക്സസ് റേറ്റ്, അതുപോലെ തന്നെ ഡെത്തും എന്തായിരുന്നു, ആ ഡെത്തിന്റെ ആ ഒരു ഗ്രാഫും നല്ല ഹൈ ആയിട്ട് തന്നെ റിമൈൻ ചെയ്തു. കാരണം എന്താണ്, കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അർബൻ ഏരിയ, ആ സിറ്റി ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെയിലിയർ ആയിരുന്നു. സോ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിന് എന്തെങ്കിലും ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം അങ്ങോട്ട് എക്സ്പാൻഡ് ഹോൾ ഓവർ ദ കൺട്രി. എന്നിട്ട് പുതിയൊരു പ്രോഗ്രാം ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തു. എന്താണത്? റീവേസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം. 1993 RNDCP ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. NTP 1962 വന്നു. അതിന്റെ സക്സസ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് RNDCP കൊണ്ടുവരുന്നു 1993. സോ RNDCP നമുക്കറിയാം, RNDCP നമ്മൾ എക്സ്പാൻഡ് ഹോൾ ഓവർ ദ കൺട്രി എന്ന് പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ സക്സസ് ആവാൻ കാരണം എന്ന് പറഞ്ഞാല് ഡോട്ട് സ്ട്രാറ്റജി, ഒരു പുതിയ സ്ട്രാറ്റജി ആയിരുന്നു ഡോട്ട് സ്ട്രാറ്റജി. ഡോട്ട്സ് നമുക്ക് എല്ലാവർക്കും കേട്ടുള്ളത് തന്നെയാണ്, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് അപ്രോച്ച് ആയിരുന്നു ഡോട്ട് സ്ട്രാറ്റജി. ഇതിൽ നമ്മുടെ പണ്ടുള്ള കാലത്തൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നു, അവർ വീട്ടിൽ പോയി കഴിക്കുന്നു. കഴിക്കുമ്പോഴൊക്കെ ചില നമ്മുടെ റിഫാംബസിൻ പോലുള്ള ഗുളികളൊക്കെ കഴിക്കുമ്പോൾ ചില സൈഡ് എഫക്റ്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പേഷ്യന്റിന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫാമിലി കഴിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പേഷ്യൻസ് എന്ത് ചെയ്യുന്നില്ല, മരുന്ന് കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ പല ഡീഫോൾട്ടുകൾ ഉണ്ടാവും, പിന്നെ റെമിഷൻ ഉണ്ടാവും. അങ്ങനെ എന്തുണ്ടായി, ഈ നമ്മുടെ TB വന്നിട്ട് ഡ്രഗ് റെസിസ്റ്റന്റ് TB ആവാൻ തുടങ്ങി, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആവാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ട് ഡോട്ട് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. സോ ഈ ഡോട്ട് സ്ട്രാറ്റജിയിൽ എന്താ മെയിനായിട്ടും നമ്മുടെ ഒന്നെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആശാ വർക്കേഴ്സ്, അവരാണ് നമ്മുടെ ഈ ഡെയിലി റെജിമിൻ കൊടുക്കുന്നത് പേഷ്യൻസിന്. അതിനെപ്പറ്റി നമുക്ക് പറയാം, അത് പറയുന്നുണ്ട്. സോ ഇനി RNDCP ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസിസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു RNDCP-യിൽ. എങ്ങനെയാണ്? സ്മിയർ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ആക്റ്റീവ് ആയിട്ട് കേസ് ഫൈൻഡ് ചെയ്യില്ലേ, ഒന്നെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ HIV ഉള്ളവർക്ക്, ഈ റിസ്ക് ഗ്രൂപ്പ് ഏരിയാസ് ഇല്ലേ, HIV ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, പിന്നെ നമ്മുടെ ഓൾഡ് ഏജ് ഹോംസ്, പിന്നെ ഈ പോപ്പുലേറ്റഡ് ആയിട്ട് താമസിക്കുന്ന സ്ലം ഡെവലേഴ്സ്, അവിടെയൊക്കെ നമ്മൾ പോയി എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ആയിട്ട് കേസ് ഫൈൻഡ് ചെയ്യുന്നു. സ്മിയർ മൈക്രോസ്കോപ്പി മൂലം ഈ സ്മിയർ എടുക്കുന്നു അല്ലെ, 2 സ്പ്യൂട്ടം സ്മിയർ ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സിൽ ചെന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ കൾച്ചർ ചെയ്യുന്നു, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു TB ഉണ്ടോ ഇല്ലയോ. അപ്പൊ ആക്റ്റീവും പാസീവും വഴി എയർലി ഡയഗ്നോസ് ചെയ്യുന്നത് RNDCP-യിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ഡോട്ട്സ് ഒരു ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ആയിരുന്നു RNDCP-യുടെ സക്സസ് ഉണ്ടാവാനായിട്ട്. പിന്നെ ഈ RNDCP നമ്മൾ നേരത്തെ പറഞ്ഞു, NTP കുറച്ചില്ലേ നമുക്ക് പറ്റി, കുറച്ച് ആൾക്കാരെ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് RNDCP വന്നിട്ട് എല്ലായിടത്തും അല്ലെ, മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സിന് വരെ നമുക്ക് ആക്സസിബിൾ ആയിരുന്നു. ട്രൈബൽ ഗ്രൂപ്പ്സ്, അതുപോലെ അർബൻ സ്ലമ്മുകൾ ഉണ്ടല്ലോ, അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും RNDCP-യിൽ ആക്സസിബിൾ ആവാൻ പറ്റി. നമ്മുടെ
RDCP-യുടെ രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്ന് പറഞ്ഞാല് ക്യൂർ റേറ്റ്, 85% ക്യൂർ റേറ്റ് കൊണ്ടുവരണം. ത്രൂ എങ്ങനെ? ത്രൂ ഡോട്ട്സ് വഴി. ക്യൂർ റേറ്റ് ഡോട്ട്സ്, നമുക്ക് ഡോട്ട്സ് മരുന്ന് കഴിച്ചാൽ ക്യൂർ റേറ്റ് ഉണ്ടാവുന്നത്. അപ്പം ക്യൂർ റേറ്റ് 85% ആകണം ത്രൂ ഡോട്ട്സ്. അതുപോലെ കേസ് ഡിറ്റക്ഷൻ, ആക്റ്റീവ് ആൻഡ് പാസീവ് കേസ് ഡിറ്റക്ഷൻ 70% ഉറപ്പുവരുത്താം. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ RDCP-യുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു RDCP എന്താണ്, വളരെ സക്സസ് ആയിരുന്നു, ഈ എല്ലായിടത്തും ആക്സസിബിൾ ആയി, അങ്ങനെ സക്സസ് ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ കൺട്രി പറയാണ് RDCP കൺട്രോൾ പ്രോഗ്രാം ആണല്ലോ, അത് നമുക്ക് എന്ത് ചെയ്തുകൂടാ, എലിമിനേറ്റ് ചെയ്യാലോ. നമ്മുടെ TB നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, TB നമുക്ക് എലിമിനേറ്റും ചെയ്യാം. അങ്ങനെ 2020 എന്ത് RDCP എന്തായിട്ട് റീനെയിം ചെയ്തു, NTEP ആയിട്ട് റീനെയിം ചെയ്തു, നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, വിത്ത് ദ എയിം ഓഫ് എന്ത്, എലിമിനേഷൻ TB ഫ്രം ദ കൺട്രി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ NTEP-യുടെ ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ അങ്ങ് നാഷണൽ ലെവൽ തൊട്ട് അങ്ങ് പെരിഫറൽ ലെവൽ വരെ നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെ, ആരുടെയൊക്കെ രീതിയിൽ, ആരുടെയൊക്കെ സഹായത്തോടെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ചാല്, അങ്ങ് നാഷണൽ ലെവല് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ പ്രോഗ്രാമിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നമുക്കറിയാം. അതുപോലെ തന്നെ നാഷണൽ ലെവൽ വേറെ എന്തുകൂടെ ഉണ്ട്, ഒരു സെൻട്രൽ TB ഡിവിഷൻ ഉണ്ട്. സെൻട്രൽ TB ഡിവിഷൻ എന്ന് പറയുന്നത് അവിടെ പലതരം കാര്യങ്ങളുണ്ടാവും, റിസർച്ചിന് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞതാണ് NRL. നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് എഴുതാം, ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ നമുക്ക് NRL ഒക്കെ കാണാൻ പറ്റും. NRL, IRL എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ NRL എന്ന് പറയുന്നത് സെൻട്രൽ ലെവൽ ഉള്ളതാണ്, നാഷണൽ റെഫറൻസ് ലബോറട്ടറി. അത് ആ പേര് പോലെ തന്നെ നാഷണൽ റെഫറൻസ് ലബോറട്ടറി ആണ്. നമ്മുടെ താഴോട്ടുള്ള ഈ സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, അവിടോട്ടൊക്കെയുള്ള ലബോറട്ടറീസിന്റെ ഒക്കെ ക്വാളിറ്റി അഷുറൻസ്, അതുപോലെ തന്നെ ട്രെയിനിങ്ങുകള്, റിസർച്ചുകള്, അതൊക്കെ ഈ NRL-ന്റെ ഒരു ഡ്യൂട്ടീസ് ആണ്. അത് സെൻട്രൽ ലെവലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എന്തുണ്ട്, ഒരു സ്റ്റേറ്റ് TB സെൽ ഉണ്ട്. ആ സ്റ്റേറ്റ് TB സെല്ലിൽ ആരുണ്ടാവും, ഒരു സ്റ്റേറ്റ് TB ഓഫീസർ ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ സെൻട്രൽ ലെവൽ NRL ഉള്ളത് പോലെ തന്നെ സ്റ്റേറ്റ് ലെവല് IRL ഉണ്ട്, ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി. ഈ IRL-ന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് മോണിറ്ററിംഗ് ആണ്. നമ്മുടെ താഴോട്ടുള്ള ഈ സ്റ്റേറ്റിലുള്ള എല്ലാ ലാബിന്റെയും മോണിറ്ററിംഗ്, അവരുപയോഗിക്കുന്ന ഈ സ്പ്യൂട്ടം സ്മിയറുകളുടെയും ഒക്കെ ക്വാളിറ്റി അഷുറൻസ് ആണ് നമ്മുടെ IRL-ന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് TB സെന്റേഴ്സ് ഉണ്ടാവും. നമ്മൾ സ്റ്റേറ്റ് ലെവൽ STO ഉള്ളത് പോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ആരുണ്ട്, DTO ഉണ്ട്, ഡിസ്ട്രിക്ട് TB ഓഫീസർ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലാണ് കീ ലെവൽ ഫോർ മാനേജ്മെന്റ്. കേട്ടോ, കീ ലെവൽ ഫോർ മാനേജ്മെന്റ് ഓഫ് പ്രൈമറി കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ലെവലാണ്. ഓക്കെ, അവിടെ ഒരു DTOയും ഉണ്ട്. ദെൻ സബ് ഡിസ്ട്രിക്ട് ലെവൽ ആരുണ്ട്, ഒരു TB യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പെരിഫറൽ ലെവൽസിൽ, പെരിഫറി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് കോളേജസ്, ഹോസ്പിറ്റൽസ്, താലൂക്ക് ഹോസ്പിറ്റൽസ്, CHSEs, PHSEs, അതുപോലെ തന്നെ NGOs, അതൊക്കെ പെരിഫറൽ ലെവലിൽ നമ്മുടെ NTEP പ്രോഗ്രാമിൽ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, അതുപോലെ തന്നെ പെരിഫറൽ ലെവലിൽ 1 lakh പോപ്പുലേഷനിൽ ഒരു TB ഹെൽത്ത് വിസിറ്റർ ഉണ്ട്. 1 lakh പോപ്പുലേഷനിൽ ഒരു TB ഹെൽത്ത് വിസിറ്ററും ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, നാഷണൽ ലെവൽ തൊട്ട് പെരിഫറൽ ലെവൽ വരെയുള്ള ഒരു ഓർഗനൈസേഷൻ. ദെൻ അടുത്തയാണ് ഒരു TB ലാബ് സർവീസസ്. നമുക്കറിയാം നമ്മൾ ഏറ്റവും TB കണ്ടുപിടിക്കുന്നത് ലബോറട്ടറി വഴിയാണ്, അല്ലെ, സ്പ്യൂട്ടം സ്മിയർ ഒക്കെ വെച്ചിട്ടാണ് നമുക്കറിയാം. അപ്പൊ പെരിഫറൽ ലെവലുള്ളതാണ് എന്ത്, മൈക്രോസ്കോപ്പി സെന്റേഴ്സ്. പെരിഫറൽ ലെവല് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് നമ്മുടെ ഈ CHC അവിടെയൊക്കെ ഉണ്ടാവുന്നതാണ്. ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ആയിരിക്കും. സ്പ്യൂട്ടം സ്മിയർ കളക്ട് ചെയ്ത് ഇവിടെ വന്ന് അവരെന്ത് ചെയ്യുന്നു, അവര് കണ്ടുപിടിക്കുന്നു, എന്താണ് നമ്മുടെ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്നു. ദെൻ പെരിഫറൽ ലെവലിൽ തന്നെ വരുന്നതാണ് ഈ CB-NAT, FNAC, ചെസ്റ്റ് എക്സ്റേ ഒക്കെ. അത് ലാർജ് ഹോസ്പിറ്റൽസ്, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ളതാണ് CB-NAT. CB-NAT ഒക്കെ വളരെ സെൻസിറ്റീവ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, മൈക്രോ ബാക്ടീരിയം ഉണ്ടോ ഇല്ലേ എന്ന്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ
സ്റ്റേറ്റ് ലെവൽ എന്തുണ്ട്? IRL ഉണ്ട് അല്ലെ, ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി. അവരെന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു. ക്വാളിറ്റി അഷുറൻസ് ഒക്കെ നടത്തുന്നവരാണ് IRL. പിന്നെ DRTB സെന്റേഴ്സ്. DRTB എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് റെസിസ്റ്റന്റ് TB സെന്റേഴ്സ്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ് ആണ്. ഇവിടെ മെയിനായിട്ടും ചെയ്യുന്ന എന്താണ്? ക്ലിനിക്കൽ മാനേജ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണ് ഈ സെന്റേഴ്സിൽ ചെയ്യുന്നത്. അല്ലെ, ഡ്രഗ് റെസിസ്റ്റൻസ് പല രീതിയിലുണ്ടാവും അല്ലെ, ഡിഫോൾട്ടർ വഴി വരാം, റെമിഷൻ വഴിയൊക്കെ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ DRTB സെന്റേഴ്സിലാണ്. ഓക്കെ, ക്ലിനിക്കലി മാനേജ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ സെൻട്രൽ ലെവൽ എന്തുണ്ട്? NRLs ഉണ്ട്, നാഷണൽ റെഫറൻസ് ലബോറട്ടറി ഉണ്ട് അല്ലെ, നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളത്. അപ്പൊ അവിടെ മെയിൻ എന്തായിരുന്നു? റിസർച്ച്, ട്രെയിനിങ്, ക്വാളിറ്റി അഷുറൻസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്യൂബർക്കുലോസിസുമായിട്ട് ലബോറട്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നിക്ഷയ്, ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് നിക്ഷയ്. നമ്മുടെ NTPക്ക് അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് നിക്ഷയ്. അതൊരു പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് നമ്മുടെ TB സർവൈലൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നിക്ഷയ്. നമ്മുടെ ലോഞ്ച് ചെയ്യുന്നത് എന്താണ്? 2012 നിക്ഷയ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഈ ലൈൻ കേസ് ബേസ്ഡ് വെബ് ബേസ്ഡ് IT സിസ്റ്റം, ഈ ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാമിന് എഴുതുകയാണെങ്കിലും ഈ ലൈൻ അതുപോലെ തന്നെ എഴുതാം. കേസ് ബേസ്ഡ് വെബ് ബേസ്ഡ് IT സിസ്റ്റം ആണ് എന്ത്? നിക്ഷയ്. അതിന്റെ പേര് തന്നെ എന്താണ്? ഒരു ഹിന്ദി വേർഡ് ആണ് നിക്ഷയ്. ഇറാഡിക്കേറ്റ് ചെയ്യണം നമ്മുടെ ക്ഷയ് മീൻസ് എന്താണ്? TB. ഇറാഡിക്കേഷൻ ഓഫ് ട്യൂബർക്കുലോസിസ് ആണ് നിക്ഷയ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഈ നിക്ഷയ് ഒരു പോർട്ടലാണ് നിക്ഷയ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു പേഷ്യന്റ് വരുന്നു, അപ്പൊ ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ പാസീവായിട്ടോ കേസ് ഡിറ്റക്ട് ചെയ്ത് ഒരു പേഷ്യന്റ് വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റിനും ഈ ഹെൽത്ത് വർക്കറിനും എന്ത് പോകുന്നുണ്ട്? ഒരു SMS അലേർട്ട് പോകും. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന TB പേഷ്യന്റിന്റെ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഡയഗ്നോസിസ്, അദ്ദേഹത്തിന്റെ ഡോട്ട് പ്രൊവൈഡർ ആരാണ്, ചിലപ്പോൾ ആശ ആകാം, ചിലപ്പോൾ അവിടുത്തെ ഫാർമസിസ്റ്റ് ആകാം, ചിലപ്പോൾ അവിടുത്തെ ഹെൽത്ത് വർക്കർ തന്നെ ആകാം. ഇപ്പൊ ഡോട്ട് പ്രൊവൈഡർ ആരാണ്, അദ്ദേഹത്തിന്റെ HIV സ്റ്റാറ്റസ് എന്താണ്, പിന്നെ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ട്രേസിംഗ് ഒക്കെ നമുക്ക് എന്താ അറിയാൻ പറ്റും? ഈ നിക്ഷയ് പോർട്ടൽ വഴി നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് നിക്ഷയ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പീരിയോഡിക് റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. എല്ലാം നമുക്ക് നിക്ഷയ് പോർട്ടൽ വഴി കുറച്ചും കൂടി എന്താണ്? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, TB കൺട്രോൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റഡ് പീരിയോഡിക് റിപ്പോർട്ട്സ് എന്തൊക്കെയാണ്? കേസ് ഫൈൻഡിങ്സും ട്രീറ്റ്മെന്റ് ഔട്ട്കം, അതൊക്കെയാണ് ഈ ഓട്ടോമാറ്റഡ് പീരിയോഡിക് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാം നമ്മുടെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പോർട്ടലിൽ ലഭ്യമാവും. ഓക്കെ, ഇതാണ് നിക്ഷയ്. എന്നാണ് വന്നത്? 2012 നിക്ഷയ് ലോഞ്ച് ചെയ്തത്. കേസ് ബേസ്ഡ് വെബ് ബേസ്ഡ് IT സിസ്റ്റം. ദെൻ ഡോട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡോട്ട്സ് എന്താണ്? RNCPയുടെ ഒരു ന്യൂ ഇയർ ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഡോട്ട്സ്. ഏറ്റവും കൂടുതലും ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആവാൻ കാരണം എന്ന് പറയുന്നത് ഡോട്ട്സ് തന്നെയാണ് അല്ലെ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് നമ്മുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ് നമ്മൾ ഈ ഡ്രഗ്സ് കൊടുക്കുന്നത്. അത് ഇപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട്, മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ടാബ്ലറ്റിൽ തന്നെ ബാർകോഡ് ഉണ്ട്, അങ്ങനെ ടാബ് എടുത്തോ ഇല്ല എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്പ് വഴിയൊക്കെ അറിയാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൂപ്പർവിഷൻ. ഇപ്പൊ ആശമാരാണെങ്കിൽ ആശമാരുടെ കയ്യിൽ മരുന്ന് കൊടുക്കുന്നു, ഒരാഴ്ചത്തേക്കേ കൊടുക്കുള്ളൂ. ഡെയിലി റെജിമിൻ ആണല്ലോ ഇപ്പൊ, ഒരാഴ്ചത്തേക്കേ കൊടുക്കുള്ളൂ. അപ്പം ഈ ആശ അവിടെ ചെന്ന് അദ്ദേഹം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തും. ഡയറക്റ്റ് സൂപ്പർവിഷനിൽ അദ്ദേഹം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കേഴ്സിന്, ആശമാർക്ക്, അംഗനവാടി വർക്കേഴ്സിന്, ടീച്ചേഴ്സിന്, അങ്ങനെ NGOക്കാർക്കും വോളണ്ടിയേഴ്സിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. ബട്ട് ഇതുവരെ നമ്മൾ ഫാമിലി ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോട്ട് പ്രൊവൈഡർ ആയിട്ട് ഫാമിലിയെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡോട്ട്സ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നമ്മൾ ഡോട്ട്സ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഫെയിലിയർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റി. ആൾക്കാർ മരുന്ന് എടുത്തെന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചു. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB കുറയ്ക്കാൻ പറ്റി അല്ലെ. നമ്മൾ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ അത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസിലോട്ട് പോകും. അപ്പൊ അതൊക്കെ നമുക്ക് തടയാൻ പറ്റി. സ്പ്രെഡ് ഓഫ് TB തടയാൻ പറ്റി. ഇപ്പോ മരുന്ന് കഴിച്ചാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ എന്തായും? സ്പ്രെഡിങ്ങിന്റെ ആ ഒരു ഇൻഫെക്ടിവിറ്റി കുറയും.
ഇപ്പൊ ഈ മരുന്ന് കഴിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ എന്താണ് നല്ല ഇൻഫെക്ഷീസ് ആണ് ഈ TB എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരിൽ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഡോട്ട് സ്ട്രാറ്റജി വന്നതോടുകൂടി എന്തുണ്ടായി, സ്പ്രെഡ് ഓഫ് TB വളരെയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ ഹെൽത്ത് കെയർ ക്വാളിറ്റി, നമ്മുടെ ആൾക്കാർക്ക് ഹെൽത്ത് സർവീസസ് അക്സെപ്റ്റബിൾ ആകാൻ പറ്റി, ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, പിന്നെ സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യാൻ പറ്റി അല്ലേ. TB ഉള്ളവരുടെ എല്ലാവർക്കും ഇതാണ് TB ഉണ്ട്, TB ഉണ്ട് അടുത്ത് പോകരുത്, അദ്ദേഹം കഴിച്ച പാത്രം കഴിക്കരുത്, അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റിഗ്മ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ TB ഉള്ള ആള് ട്രീറ്റ്മെന്റ് എടുത്തത് തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻഫെക്ടിവിറ്റി എന്താണ്, കുറഞ്ഞു തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എപ്പോഴും മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്ക് മാത്രം. ഓക്കെ, ഇതാണ് ഡോട്ട്സ്. നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് ഡോട്ട്സ്. ഡോട്ട്സ് വേണമെങ്കിൽ തന്നെ 5 മാർക്കിനായിട്ട് ഒരു എക്സ്ട്രാ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതെല്ലാം എഴുതി ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ 5 മാർക്ക് സുഖമായിട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് TB HIV കോർഡിനേഷൻ അല്ലെ. TBയും HIV എന്താണ്, ഒരു വളരെ ഒരു ക്രോണിക് ഡിസീസ് ആണ് TB HIV. TB ഇൻഫെക്ഷൻസ് ആണ്, HIV അങ്ങനെ HIV എങ്ങനെ വരുന്ന അറിയാലോ അല്ലെ. സോ TB ഉണ്ടെങ്കിലും HIV ഉണ്ടെങ്കിലും എന്താ പ്രശ്നം, ഇമ്മ്യൂണിറ്റി കുറയും. TB ഉള്ള ആൾക്ക് ഇമ്മ്യൂണിറ്റി കുറയും, HIV ഉള്ള ആൾക്കും ഇമ്മ്യൂണിറ്റി കുറയും. അപ്പം TB ഉള്ള ആൾക്ക് HIV വരാനുള്ള സാധ്യതയും കൂടുതലാണ്, HIV ഉള്ള ആൾക്ക് TB വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോ ഇത് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആർ.ഡി.സി.പിയും നാക്കോയും കൂടി ഒരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് TB ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആ സമയം തന്നെ എന്തും ടെസ്റ്റ് ചെയ്യുന്നു, HIV ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ HIV ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതേസമയം തന്നെ എന്തും ടെസ്റ്റ് ചെയ്യുന്നു, TB ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് TB HIV കോർഡിനേഷൻ. നാക്കോയും ആർ.ഡി.സി.പിയും കൂടെ കൊണ്ടുവന്നു, എന്ത് കൊണ്ടുവന്നു, ഒരു ജോയിന്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നു. ഓക്കെ, TB ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ എന്താ, ഇപ്പോ സെറോളജിക്കൽ ടെസ്റ്റ് അങ്ങനെയൊക്കെ എന്താണ് നമ്മളത് ബാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടോ. ബാൻ ഓൺ സെറോളജിക്കൽ ടെസ്റ്റ്. പിന്നെ TB നോട്ടിഫയബിൾ ഡിസീസ് ആണ്. പിന്നെ ട്രീറ്റ്മെന്റ് വഴി അല്ലെ, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഏർലി ആയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു, 2 സ്മിയർ ഡോട്ട്സ് കൊടുക്കുന്നു അല്ലെ. ഡോട്ട്സ് കൊടുത്ത് ഫിക്സഡ് ഡോസ് കോമ്പിനേഷനിലാണ് ഡോട്ട്സ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല സക്സസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF ഫുള്ള് എഴുതിയാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു കേട്ടോ.